നിന്റെ കുടുംബം സ്വർഗമായി മാറണം. നീ കൂടി വരുന്ന സ്ഥലം സ്വർഗമായി മാറണം. അവിടെ പകയില്ല, അവിടെ പിണക്കമില്ല, അവിടെ പാരവപ്പില്ല. ദൈവത്തിന്റെ പൈതലേ, നീ കടന്നു വരുന്നിടത്ത് സങ്കീർത്തനമുണ്ട്, സ്തോത്രമുണ്ട്, ആരാധനയുണ്ട്, അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, സൗഖ്യമുണ്ട്, വീണ്ടെടുപ്പുണ്ട്. ജീസസ്. എവിടൊക്കെയോ നമ്മൾ ഒറ്റപ്പെട്ടു എന്നൊരു തോന്നൽ. ഞാനൊരു ഭാഗം കൂടെ വായിക്കട്ടെ. ഇന്ന് രാവിലത്തെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ 2 തിമോഥെയോസ് 4-ാം അധ്യായം, 2 തിമോഥെയോസ് 4, 2 Timothy chapter 4 verse 10 onwards. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. സുവിശേഷ നിമിത്തം പോയൊന്നുമല്ല, വിട്ടുപോയതാ. ഹലോ, പിന്നെ ഉണ്ടായിരുന്ന ഒരാളല്ല പോയുള്ള, ബാക്കിയുള്ളവരുണ്ടല്ലോ. ക്രേസ്കേസ് എങ്ങോട്ട് പോയി? ഗലാത്യക്ക് പോയി. സുവിശേഷം പറയാൻ പോയല്ല, വിട്ടുപോയത്. പിടിച്ചില്ല. ആരെ പിടിച്ചില്ല? പൗലോസിനെ പിടിച്ചില്ല. ഇനി വേറൊരാളൂടെ ഉണ്ട്, തീത്തോസ്. ദൽമത്തിക്കും പോയി. സ്തോത്രം. എല്ലാവരും പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ? ആ പാടെ 3 പേരെ കൊണ്ടു കടന്നേ. എല്ലാവരും പോയി. നമ്മളൊക്കെ ചിന്തിക്കാറില്ലയോ, ഭാഷ എന്താ പോകുന്നത്? വാക്യം 11-ാം വാക്യത്തിൽ ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. അടുത്ത വാക്യം വായിച്ചേ. ഇനി അതിന്റെ 17-ാം വാക്യം. കർത്താവോ, മർക്കോസ് അല്ല, ലൂക്കോസും അല്ല, അവരൊക്കെ കൂടെ നിൽക്കുന്നുണ്ട്. പൗലോസ് അവരെ ഒന്നും അല്ല നോക്കിയേ. കുറെ പേര് പോയി. ഇനി കൂടെ നിൽക്കുന്നവരെ നോക്കി ബാക്കി പണി കൂടെ ചെയ്യാമെന്നല്ല വിചാരിച്ച. തെറ്റിദ്ധരിക്കല്ല ദൈവമക്കളെ. നമ്മൾ ആരുമില്ലെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വേല കർത്താവ് ചെയ്യും. ചെയ്യത്തില്ലേ? ഇനി ഒരു ജെയിംസ് പാസ്റ്റർ അങ്ങ് മാറിപ്പോയെന്ന് പറഞ്ഞാലും കർത്താവ് തൻ്റെ നിയോഗം മാറ്റത്തില്ല. സ്വത്രം ശ്രദ്ധിച്ച് കേൾക്കണമേ. അവിടെ പറയുകയാണ്, അവിടെ പറയും, കർത്താവോ എനിക്ക് തുണ നിന്നു, പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും. പ്രസംഗിച്ച മാത്രം പോരാ, കർത്താവ് പ്രസംഗം നിവർത്തിക്കുന്ന കർത്താവ് ആണോ? സ്വത്രം. അത് മാത്രമല്ല, സകല ജാതികളും കേൾപ്പാനും ആരെ ശക്തീകരിച്ചു? എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. സത്യം പറഞ്ഞ ഞാനത് എഴുതിയെങ്കിൽ, ഞാൻ എഴുതിനെ അങ്ങനെ യുവന്മാരുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു ഇല്ലേ? പക്ഷെ പൗലോസ് എഴുതിയത് മനസ്സിലായോ? അങ്ങനെ ഞാൻ എന്തുവാന്നറിയാമോ? ദൈവമായി എൻ്റെ തുണയെന്ന് പറഞ്ഞപ്പോൾ. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ കൺഫസ് ചെയ്യുന്ന ചില മണ്ഡലങ്ങളുണ്ട്. ഹല്ലേലൂയ. ദൈവമായി ഈ വിഷയത്തിൽ എൻ്റെ തുണയെന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നത് കാണാൻ പറ്റും. ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നത് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ പൈതൽ, ഇന്ന് പകൽക്കാലം എനിക്ക് ഉയർത്താനുള്ളത് ഇതാ, ക്രിസ്തു. ക്രിസ്തുവിനെ നിങ്ങൾ നോക്കണം. ഞാനിങ്ങനെ ഈ വിഷയം എൻ്റെ മനസ്സിലേക്ക് കയറി വന്നപ്പോൾ എബ്രായലേഖനം ഞാൻ വായിച്ചായിരുന്നു. എബ്രായലേഖനം 11-ാം അധ്യായമല്ലേ വായിച്ചത്? 12-ാം അധ്യായത്തിന് 1-2 വായിച്ചായിരുന്നോ? അതാണ് നമ്മുടെ കുറിവാക്യം ഇല്ലേ? ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുകയാ. സ്തോത്രം. ആര് തൊട്ടാ? ഹാബേല് തുടങ്ങി ഇല്ലേ? ഹാബേല് തുടങ്ങി ഇങ്ങോട്ട് സാക്ഷ്യം പറയാൻ തുടങ്ങിയതാ ഇല്ലേ? ഹാബേല് തുടങ്ങി ഇങ്ങോട്ട് സാക്ഷ്യം പറഞ്ഞ് അവസാനം എഴുതിയപ്പോൾ ആരുടെ പേരാ എഴുതിയെന്നറിയാമോ? അബ്രഹാമിന്റെ പേരല്ല, മോശയുടെ പേരല്ല, നോഹയുടെ പേരല്ല, ഹല്ലേലൂയ, ഗിദെയോന്റെ പേരല്ല, ശിംശോന്റെ പേരല്ല, ഇവരുടെ ആരെയും പേരല്ല. അവസാനം എഴുതിയപ്പോൾ എഴുതിയത് എവിടെ നിർത്തുന്നറിയാമോ? ഇന്ന് രക്ഷിക്കപ്പെട്ടവരുടെ പേരും അതിൻ്റെ കൂട്ടത്തിലുണ്ട്. ഇന്ന് പകൽക്കാലം പെർത്ത് റിവൈവൽ ചർച്ചിലുള്ള ദൈവമക്കളോട്, ഇത് കേൾക്കുന്ന, ഈ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്ന ദൈവമക്കളോട് പറയുക, ഞാനും നിങ്ങളും ആ സാക്ഷികളുടെ കൂട്ടത്തിലുള്ളവരാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്കെല്ലാം ഒരു ടെസ്റ്റ് മണിയുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ, മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുക. അതിന്റെ 1-ാം വാക്യം പറയുന്നു. 2-ാം വാക്യം പറയുന്നു, നിങ്ങൾ ആരെ നോക്കണം? ക്രിസ്തുവിനെ നോക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾ ആരെ നോക്കണം? ക്രിസ്തുവിനെ നോക്കണം.
ഉൽപ്പത്തി പുസ്തകം മുതൽ ഞാൻ ഈ എബ്രായ ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിലേക്കൊന്നും പോകുന്നില്ല. ഹല്ലേലൂയ. അത് പഴയ നിയമവുമായിട്ട് ലേവ്യ പുസ്തകവുമായിട്ട് ലേവ്യ പൗരോഹിത്യവുമായിട്ടൊക്കെ അതീവമായ ബന്ധമുള്ളൊരു പുസ്തകമാണ്. ഹല്ലേലൂയ. എന്ത് ചെയ്ത് ഈ എബ്രായ ലേഖനം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ പഴയ നിയമ യാഗങ്ങളെക്കാൾ അല്ലെങ്കിൽ പുതിയ നിയമ യാഗമായ പരമയാഗമായ യേശുക്രിസ്തുവിൻ്റെ യാഗമാണ് ഏറ്റവും വലിയ യാഗം. അതാണ് പൂർണ്ണമായി നമുക്ക് നീതി നൽകി തരുന്നതെന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് എബ്രായ ലേഖനം എന്ന് പറയുന്നത്. മാത്രമല്ല എബ്രായരിൽ നിന്ന് വന്ന കുറെ ആൾക്കാർ, സ്തോത്രം, ശ്രദ്ധിക്കണമേ, മറ്റ് അല്ലെങ്കിൽ ആചാരങ്ങളിൽ നിന്ന്, അനുഷ്ഠാനങ്ങളിൽ നിന്ന്, ന്യായപ്രമാണത്തിൽ നിന്ന് വന്ന കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നറിയാമോ? സഭ എബ്രായ സഭ മുന്നോട്ട് കടന്നു പോകുന്ന സമയത്ത് ഇടയ്ക്ക് എന്താ പറയുന്നറിയാമോ? അതും കുഴപ്പമില്ല, ഇതും കുഴപ്പമില്ല. ഇപ്പോഴും പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ അറിയാതെ കഴകൊട്ടങ്ങ് തിരിയും. ഒന്നുമില്ല വിശ്വാസത്തിൽ. ഹലോ, അതിനെന്താ പാസ്റ്ററെ? അതിനെന്നാ കുഴപ്പം? എങ്ങോട്ട് തിരിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ അകത്ത് നിന്നാണ് നമുക്ക് പരിച്ഛേദന വരണ്ടേ. നീ കിഴക്കോട്ട് നിന്നാലും കൊള്ളാം, പടിഞ്ഞാറോട്ട് നിന്നാലും കൊള്ളാം. കിഴക്കോട്ട് നിന്ന പ്രാർത്ഥന കേൾക്കുമെന്ന് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇനി പടിഞ്ഞാറോട്ട് നിന്നാലും ഗുണമൊന്നുമില്ല. ഹലോ, മനസ്സിലായി ഞാൻ എന്തോ പറഞ്ഞത്? ദൈവത്തിൻ്റെ വചനം അവിടെയാണ് എബ്രായ ലേഖനം പറയുന്നത്. അല്ലെങ്കിൽ യാഗം നല്ലതാ, അനുഷ്ഠാനങ്ങൾ നല്ലതാ, പൗരോഹിത്യം നല്ലതാ, ഉത്സവങ്ങൾ നല്ലതാ, ആചാരം നല്ലതാ, അതും വേണം. പിന്നെയോ ക്രിസ്തുവിനെയും വേണം. അവിടെ പറയാൻ പറ്റത്തില്ല. ഞാൻ ആ ഭാഗം അങ്ങ് വിടുക, എൻ്റെ വിഷയം അതല്ല. ഇതാ ക്രിസ്തുവിനെ ഉയർത്തുന്ന. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ സൂക്ഷിച്ചു നോക്കാനാ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നു, ഞാനും നിങ്ങളും ഇന്നു വരെ ക്രിസ്തുവിനെ നോക്കിയിട്ടുണ്ടോ? ഡു വി ലുക്ക് അറ്റ് ക്രൈസ്റ്റ്? നമ്മൾ കർത്താവിനെ നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിങ്ങൾ എന്താ കണ്ടേ? നമ്മൾ എന്താ കണ്ടേ ക്രിസ്തുവിനെ? ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹ കർത്താവിനെ കണ്ടു, ദൈവത്തെ കണ്ടു, ഇല്ലേ? അബ്രഹാം ദൈവത്തെ കണ്ടു, മോശ ദൈവത്തെ കണ്ടു, കണ്ടോ? ഏലിയാവ് ദൈവത്തെ കണ്ടു, ഏലീശ ദൈവത്തെ കണ്ടു, ഇല്ലേ? പഴയ നിയമത്തിൽ മുഴുവൻ നമുക്കറിയാം ആൾക്കാർ കാണും. പുതിയ നിയമത്തിലും കണ്ടു. പക്ഷേ പഴയ നിയമത്തിലും കണ്ടു, പുതിയ നിയമത്തിലും കണ്ടു. പക്ഷെ നമ്മൾ കണ്ടോ ക്രിസ്തുവിനെ? നമുക്കെന്താ ഈ ആരാധന വരാത്തെ? മറ്റുള്ളവരെ പോലെ എന്താ നമ്മൾ തുള്ളിച്ചാടാത്തെ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് എന്തുകൊണ്ട് തുള്ളിച്ചാടാൻ പറ്റുന്നില്ല? ആ പുള്ളി ഭയങ്കര ചാട്ടമാണ്, ആ പുള്ളി ഭയങ്കര കയ്യടിയാ, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അതെന്താ? ഹലോ, സ്തോത്രം. അതാ നമ്മൾ അറിയേണ്ട ഒരു കാര്യം. ഒരിക്കല് ഒരു മനുഷ്യന് വധശിക്ഷ വിധിച്ചു. എന്താ ശിക്ഷ? വധശിക്ഷ എന്ന് വെച്ചാൽ ഹാങ് ചെയ്യാൻ വേണ്ടി, കൊല്ലാൻ പോവാ. പല പ്രാവശ്യം അദ്ദേഹത്തിന് വാണിംഗ് കൊടുത്തു, നീ എന്ത് ചെയ്യരുത്, കുറ്റകൃത്യങ്ങൾ ചെയ്യരുത്. അത് താക്കീത് കൊടുത്തു, ഇളവ് കുറച്ചു കൊടുത്തു, എല്ലാം കൊടുത്തിട്ടും അദ്ദേഹത്തിൻ്റെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ എന്ത് ചെയ്തില്ല, പിന്മാറിയില്ല. അവസാനം എന്ത് ചെയ്തെന്നറിയാമോ? അദ്ദേഹത്തെ തൂക്കുകയറിന് വിധിക്കുക. അപ്പോൾ തൂക്കുകയറിന് മുമ്പ് ചില ദിവസങ്ങൾ അദ്ദേഹത്തിനുണ്ട്. കുറേ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൻ്റെ ആ ലാസ്റ്റ് ദിവസം വരിക, ദയാഹർജി കൊടുത്തു, എല്ലാവിടം കൊടുത്തു, എല്ലാം റിജക്റ്റായി. ഇവൻ ആരാണ്? മരണത്തിന് യോഗ്യനായി. ഇവൻ ചെയ്ത തെറ്റിന് എന്ത് ചെയ്യണം? തൂക്കിക്കൊല്ലണം. പബ്ലിക് ഒപ്പീനിയൻ എടുത്തു. എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, അവൻ മരണത്തിന് യോഗ്യൻ, അവൻ ജീവിച്ചിരിക്കാൻ കഴിയത്തില്ല. നമ്മളൊക്കെ ഇന്ന് പത്രദ്വാര നമ്മൾ വായിക്കുന്ന കണ്ടിട്ടില്ലേ? സ്വത്രം, സ്വന്തം ഭാര്യയെ വെട്ടി കൊല്ലുക. ദീർഘനാളുകൾ അല്ലെങ്കിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ചതിന് ശേഷം, മക്കളുമായതിനു ശേഷം എന്ത് ചെയ്യാണ്? കൊല്ലുകയാണ്. ഒരു വല്ലാത്ത ലോകത്തിൽ നമ്മളെല്ലാം എന്ത് പറയും? അവൻ എന്താ മനുഷ്യനാ? സ്വന്തം പിതാവിനെ വെട്ടിക്കൊല്ലുക, പ്രായമുള്ള അമ്മച്ചിയെ പടുകുഴിയിലെടുത്ത് എറിയുക, ഒരു സങ്കോചവുമില്ലാതെ, ഒരു ഗിൽറ്റുമില്ലാതെ. അങ്ങനെയുള്ളവരെ ലോകം എന്താ പറയുന്നത്? തീർച്ചയായിട്ടും അവൻ മരണയോഗ്യനാ. അങ്ങനെ ഒരു മനുഷ്യൻ എല്ലാവരും വിധിച്ചു മരണത്തിന് യോഗ്യനാ. പക്ഷേ ആ രാത്രിയിൽ ഒരു അത്ഭുതം നടക്കുക. ഇവൻ വീട് വിട്ടിട്ട് വളരെ വർഷങ്ങൾ കഴിഞ്ഞു. ഇവൻ്റെ അമ്മ മറ്റൊരു സ്ഥലത്ത്, ഒരു നല്ല ഭക്തയായ ഒരു സ്ത്രീ, ദീർഘനാളുകൾ പ്രാർത്ഥിക്കുക, മകൻ എവിടെയാണെന്ന് അറിയത്തില്ല. കർത്താവേ, അവൻ എവിടെയായിരുന്നാലും അവൻ്റെ പ്രാണനെ നീ സൂക്ഷിക്കണമേ, അവൻ്റെ പ്രാണനെ നീ സൂക്ഷിക്കണമേ.
ഞാൻ പറയട്ടെ, എല്ലാം അവസാനിച്ച സമയത്ത് ഒരു രാത്രിയിൽ ഒരു ടെലഗ്രാം വരികയാ ജയിൽ വാർഡർക്ക്. അവൻ്റെ തൂക്കുന്ന വിധിയെ നമ്മൾ ഇത് മാറ്റിവെച്ചു. ആ സന്ദേശം അവനെ അറിയിക്കുക. അവൻ കരയാൻ തുടങ്ങി. അതിൻ്റെ അടിക്ക് ഒരു കുറിപ്പ് എഴുതി കൊടുത്തു. ഇന്ന പേരുള്ള ഒരമ്മ, ഹല്ലേലൂയ, 12-ലധികം ഷീറ്റിലധികം പേരുള്ള അറിയാവുന്ന ഭാഷയിൽ ഒരു ലെറ്റർ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിക്ക് ചെന്നു. ഹല്ലേലൂയ, അതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന് ചെന്നു. ആ ചില വേർഡുകൾ, അവൻ്റെ ചില ചരിത്രങ്ങൾ, അവൻ്റെ ചില ഓർമ്മകൾ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? വലിയ മനസ്സലിവ് തോന്നിയിട്ട്, അതിനേക്കാൾ അപ്പുറമായി ഒരു പക്ഷേ പ്രാർത്ഥനയായിരിക്കാം, ആ മരണത്തിൻ്റെ വിധിയെ മാറ്റിക്കൊടുത്തു, ഇളവ് കൊടുത്തു. ശ്രദ്ധിക്കണമേ, നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, നിനക്കുള്ള ഫീലിംഗ് എന്തുവാ? ഹൗ യു ഫീലിംഗ്? എന്തുവായിരിക്കും ആ സന്തോഷം? മരിച്ചാൽ മതിയായിരുന്നു, അങ്ങനെ ആയിരിക്കുമോ? അല്ല, ഇനി ഞാൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. ഞാൻ മരിക്കാനെല്ലാം തയ്യാറായി. എൻ്റെ ഡ്രസ്സ് തയ്യാറായി, എനിക്ക് ലാസ്റ്റ് ഇഷ്ടമുള്ള ഭക്ഷണം തയ്യാറായി, ലാസ്റ്റിൽ ആരോടാണ് സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. എല്ലാം തയ്യാറാതെ എൻ്റെ മുമ്പിൽ മരണത്തെ മാത്രം കണ്ടു നിന്നവനാ. പക്ഷേ എനിക്ക് ഒരു പുതിയ ജീവിതം തന്ന, എനിക്ക് വേണ്ടി ഇടിവിൽ നിന്ന ഒരമ്മയുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് അമ്മയെ കാണണമെന്നുള്ളതാണ്. ഈ ലോകത്തിൽ എവിടെയായിരുന്നാലും ആ അമ്മയെ എനിക്ക് കാണണം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ പൈതലേ, ഞാനും നിങ്ങളും മരണത്തിന് യോഗ്യരായിരുന്നു. ഒരു കാരണവശാലും ആ മരണത്തിൽ നിന്നൊരു വീണ്ടെടുപ്പ് നമുക്ക് സാധ്യമേ അല്ല. കാരണം വചനം പറയുന്നു, രക്തം ചൊരിയാതെ വിമോചനമില്ല. സ്തോത്രം. ശ്രദ്ധിക്കണമേ, രക്തം ചൊരിയാതെ വിമോചനമില്ല. അതുകൊണ്ട് രക്തം കൊടുക്കുവാൻ, അത് ആരുടെ രക്തം കൊടുക്കണം? വീണ്ടെടുപ്പ് വില കൊടുക്കണമെങ്കിൽ ഏതെങ്കിലും രക്തം കൊടുത്താൽ പോരാ, ഇന്നസെന്റ് ബ്ലഡ് കൊടുക്കണം, അല്ലെങ്കിൽ കുറ്റമില്ലാത്ത രക്തം കൊടുക്കണം. അങ്ങനെ നോക്കിയപ്പോൾ കുറ്റമില്ലാത്തൊരു രക്തമുണ്ടെങ്കിൽ അതെന്റെ യേശു കർത്താവിന്റെ രക്തമാ. അല്ലെ, പുരുഷന്റെ ഇഷ്ടത്താലും അല്ല, അല്ലെ, പുരുഷന്റെ ഇഷ്ടത്താൽ അല്ല ജനിച്ചത്. പിന്നെയോ അല്ലെ, കന്യക ഗർഭിണിയായി പരിശുദ്ധാത്മാവിനാൽ ഉരുവായ ഒരുവനുണ്ട്. അവനാണ് അല്ലെ ശുദ്ധരക്തമുള്ളവൻ. അവനാണ് അല്ലെ വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ യോഗ്യനായ ഒരുവൻ. അവൻ മാത്രമാണ്. ആരും എഴുന്നേറ്റ് പോകണ്ട, പിടിക്ക്. ചായ ഇടുമ്പോൾ ഞാൻ പറയാം. സ്തോത്രം. ഇനി സമയമുണ്ട്, കർത്തൃമേശ ഉണ്ടല്ലോ. ചായട്ട എല്ലാവർക്കും ഞാൻ ചായട്ട് തരാന്ന്. സ്തോത്രം. പേടിക്കണ്ട, വിഷമിക്കണ്ട. ദൈവത്തിൻ്റെ വചനം നമ്മൾ വളരെ ശക്തമായി ദൈവത്തിൻ്റെ ആലോചന നമ്മളിലേക്ക് കയറുക. നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു വരുന്നതേ ഉള്ളൂ. ശ്രദ്ധിച്ച് കേട്ടാട്ടെ. പിറ്റേന്ന് നമുക്ക് അവിടെ കാണുവാൻ കൂടെ കഴിയുന്നത്, അങ്ങനെ ഒരു രക്തം എന്ത് ചെയ്തു? യേശു കൊടുക്കുവാൻ തയ്യാറായത് കൊണ്ട് നമ്മൾ അവനെ നോക്കുമ്പോൾ ഓരോരുത്തർ 2-3 പേരെ ഞാനൊന്ന് പരിചയപ്പെടുത്തിയിട്ട് കർത്തൃമേശയിലേക്ക് പ്രവേശിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1:29 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ആരാന്നറിയാമോ? യോഹന്നാൻ സ്നാപകൻ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നിങ്ങൾ ക്രിസ്തുവിനെ ഒന്ന് നോക്കിയേ. ഞാൻ ചോദിക്കുന്നു, ആരാണ് കർത്താവ്? ഹു ഈസ് ക്രൈസ്റ്റ് ഫോർ യു? യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ശ്രദ്ധിക്കണമേ, ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ഈ സമയത്ത് യോഹന്നാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് പറയാവുന്ന മനസ്സിലാവുന്ന ഭാഷ പറയാം, പുള്ളി ഒരു മിനിസ്ട്രി നടത്തിക്കൊണ്ടിരിക്കുക. ഹലോ, അപ്പോഴാണ് വേറൊരു മിനിസ്ട്രിയുടെ പേര് ഒരാൾ വരുന്നത്. നമുക്ക് പിടിക്കുവോ? നിങ്ങൾക്ക് മനസ്സിലായ പറഞ്ഞേ? യോഹന്നാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് കർത്താവ് വരുന്നത്. കർത്താവ് വരുന്നിട്ട് പറയുന്നത് എന്ത്? നമ്മളാണ് എങ്ങനെ പറഞ്ഞേ, ആ പുള്ളിയെ സൂക്ഷിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല, കണ്ട് മട്ടും പാവവും ഒക്കെ കണ്ടിട്ട് അത്ര ശരിയാണെന്ന്. ഹലോ, നമ്മളെക്കുറിച്ചല്ല, നമ്മളെ വിശുദ്ധന്മാർ, അത് വേറെ കാര്യം. അതിന് നമ്മളെക്കുറിച്ചല്ല പറഞ്ഞത്. അങ്ങനെ ആരും പറയണ്ടേ? പക്ഷേ ആത്മകണ്ണുള്ളവൻ, നിയോഗമുള്ളവൻ കർത്താവിനെ കണ്ട മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? നിങ്ങളെൻ്റെ കൂടില്ല, ശ്രദ്ധിച്ചാട്ടെ. നമ്മൾ ഇന്ന് പകൽക്കാലം കർത്താവിനെ കണ്ടിട്ട് എന്തോ പറയും. യോഹന്നാൻ പറയുക, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അടുത്ത സ്റ്റേറ്റ്മെന്റ് കേൾക്കണമേ, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല, എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നവൻ ഇതാ
ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലെ, ക്രിസ്തുവിനെ നിനക്ക് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തണമെങ്കിൽ നാം ക്രിസ്തുവിനെ കണ്ടവരായിരിക്കണം. ഹല്ലേലൂയ. അപ്പച്ചൻ പറഞ്ഞ കെട്ടുകഥ പറഞ്ഞു കൊടുക്കാതെ അനുഭവത്തിൽ നിന്ന് മക്കളോട് പറ, മോനെ, ഞാൻ കഴിഞ്ഞ നാളുകളിൽ കഷ്ടതയിൽ നിലവിളിച്ചപ്പോൾ, എൻ്റെ കണ്ണുനീര് പായിൽ വീണപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ ദൈവം മറുപടി തന്നു എന്ന് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ വിശ്വസിക്കുന്നത്. ഇന്നത്തെ തലമുറകൾക്ക് അബ്രഹാമിന്റെ കഥയല്ല കേൾക്കേണ്ട, എൻ്റെ അപ്പൻ്റെ കഥ കേൾക്കാനാണ് ഇഷ്ടം. പ്രൈസ് ഗോഡ്. എന്തേലും ഉണ്ടോ പറഞ്ഞു കൊടുക്കാൻ? എന്തേലും ഉണ്ടോ പറഞ്ഞു കൊടുക്കാൻ? അത് പറഞ്ഞു കൊടുക്കണം. ഞങ്ങൾ വഴി മുട്ടിയപ്പോൾ, വഴി അടഞ്ഞപ്പോൾ, ഇനി തുറക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ, അസാധ്യമെന്ന് പറഞ്ഞപ്പോൾ, ഡോക്ടർമാർ മാറ്റി നിർത്തിയപ്പോൾ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം എന്നെ വിടുവിച്ചു എന്ന് അല്ലെങ്കിൽ തലമുറയോട് പറയുമ്പോഴാ അവർ കർത്താവിൻ്റെ സ്നേഹത്തെ അവർ അറിയുന്നത്. ഇതാ ക്രിസ്തു. ജീസസ്. ഹല്ലേലൂയ. 31-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി 33-ാം വാക്യത്തിലും അതേ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ഞാനോ അവനെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ ഭാഗികമായിട്ട് മാത്രമേ അറിയുന്നുള്ളൂ. ഇതിലപ്പുറം അറിയുവാൻ എനിക്ക് കിടക്കുക. ഹല്ലേലൂയ. ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. മർക്കോസിന് സുവിശേഷം 4-ാം അധ്യായത്തിൽ, മർക്കോസിന് സുവിശേഷം 4:41 വായിച്ച് നമ്മൾ ഹല്ലേലൂയ അവസാനിപ്പിക്കാൻ. സ്തോത്രം. 4:41 അവിടെ പറയുന്നു, അവർ വളരെ ഭയപ്പെട്ടു, കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. ശ്രദ്ധിച്ചു കേൾക്കണമേ. ഹല്ലേലൂയ. കൂടെ നടന്ന ഒരു അല്പസമയം മുമ്പ്, ശ്രദ്ധിച്ചാട്ട് ഇങ്ങോട്ട് നോക്കിയാട്ടെ, അല്പസമയം മുമ്പ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് 12 കൊട്ട നിറച്ചെടുത്ത് ഓരോരുത്തരുടെ തലയിൽ വെച്ച് കൊടുത്ത് നീ കഴിക്കാൻ പറഞ്ഞ് തൃപ്തിപ്പെട്ട അല്ലെങ്കിൽ നിന്ന ശിഷ്യന്മാർ അവരോട് പറയുകയാണ്, അക്കരയ്ക്ക് നമുക്ക് പോകാം. സ്തോത്രം. അക്കരയ്ക്ക് പോയ അവർ അല്ലെങ്കിൽ അവരെന്ത് ചെയ്തു? അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതിന് വിരോധമായി കാറ്റും കടലും എന്ത് ചെയ്തു? ഇളകിയിട്ട് പടക മുങ്ങുമാറായി അല്ലെങ്കിൽ തണ്ടു വലിച്ച് ക്ഷീണിച്ച് നിന്ന ശിഷ്യന്മാരുടെ അടുക്കലേക്ക് യേശു നടന്നു വരുമ്പോൾ അവർ പറഞ്ഞു, ദാ ഭൂതം വരുന്നു. സ്തോത്രം. നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ. ഒന്നാമതേ പ്രതിസന്ധിയ കാറ്റ്, കടല്, അതിൻ്റെ പ്രതികൂലങ്ങൾ മുങ്ങുമാറായി നിൽക്കുന്നതിൻ്റെ മുകളിൽ ഹല്ലേലൂയ പിന്നെന്താ വരുന്നതെന്ന് അറിയാമോ? ഭയപ്പെട്ട് നിൽക്കുക. ദൈവത്തിൻ്റെ പൈതൽ ഒന്നാമതൊരു കാര്യം, ദൈവജനത്തിന് വേണ്ടത് ധൈര്യമാണ്. ഭയപ്പെടരുത്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വാക്യമുണ്ട്. ഹല്ലേലൂയ. സമുദ്രങ്ങൾ കുലുങ്ങി, പർവ്വതങ്ങൾ കുലുങ്ങിയട്ടെ. ഇത് സമുദ്രമാണ്. പർവ്വതങ്ങൾ കുലുങ്ങിയിട്ട് സമുദ്രമധ്യേ വീണാലും അതിൻ്റെ വെള്ളം, തിരമാലയല്ല അന്നേരം വരുന്നത്, ഒരു വലിയ പർവ്വതം അങ്ങോട്ട് വീഴുമ്പോൾ ഒരു വെള്ളമുണ്ട് അല്ലേ, ഒരു തിരമാലയുണ്ട്, അത് കയറി വന്നാലും ഞാൻ അതിൻ്റെ അടുക്ക നിൽക്കുമെന്നാണ് പറഞ്ഞത്. സ്വത്രം പറയുന്നു. ഹലോ, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതൽ, നമ്മൾ സേവിക്കുന്ന ദൈവം ശക്തനാണ്. നമ്മൾ സേവിക്കുന്ന ദൈവം സർവശക്തനാണ്. അവൻ വാക്കു മാറത്തില്ല. അവൻ വാക്കു മാറത്തില്ല. നിന്നെ പട്ടിണിയിടാനല്ല കൊണ്ടുവന്നത്. പക്ഷേ കർത്താവ് പറഞ്ഞു, നീ എൻ്റെ കാര്യം നോക്കിയാ ഞാൻ നിന്റെ കാര്യം നോക്കാം. അല്ലേ നീ തന്നെ നിന്റെ കാര്യം നോക്കിയോ? ഹലോ, അല്ലേ നീ തന്നെ നിന്റെ കാര്യം നോക്കിയോ? നീ എൻ്റെ കാര്യം നോക്കിയാൽ ഞാൻ നിന്റെ കാര്യം നോക്കാം. അല്ലെങ്കിൽ ആലയം ശൂന്യമായി കിടക്കുമ്പോൾ, ആലയത്തിൻ്റെ ആവശ്യങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയുടെ ആവശ്യങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് വയ്യ എന്ന് പറയാതെ കർത്താവിന് വേണ്ടി നിന്നാൽ കർത്താവ് പറയും, ഞാൻ നിനക്ക് വേണ്ടി നിൽക്കാം. ദൈവത്തിൻ്റെ പൈതലെ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നു. ഇവർ തണ്ടു വലിച്ച് ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ യേശു അടുത്ത് വന്നിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക. ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ഏത് പ്രതികൂലത്തിന് നടുവിലും, ഏത് ഇളകി മറിയുന്ന കടല് അക്കരെ കടത്തുകയില്ല. നീ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് നിന്നെ കൊണ്ടെത്തിക്കുകയില്ലെന്ന് വാദികെട്ടി നിന്നാലും, ഒന്നിന് പുറകെ ഒന്നായി തിരമാലകൾ നിന്റെ പടകിന് നേരെ അടിച്ചാലും, ഇന്ന് പകൽക്കാലം ഞാൻ പ്രവചിച്ചു പറയാം, എൻ്റെ യേശു, ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവ് നിനക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം എഴുന്നേൽക്കുകയാ. അവൻ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകും.
ഇന്ന് പകൽക്കാലം എത്ര പൈശാചികമായ കോട്ടകൾ നിനക്കെതിരെ കെട്ടി ഉയർത്തിയാലും, എത്ര മന്ത്രവാദികളെ കൊണ്ടുവന്ന് മന്ത്രവാദം ചൊല്ലിയാലും, ഇന്ന് പകൽക്കാലം പറയുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതിന് ശാന്തത വരുത്തുവാൻ, അതിനെ അടക്കി വാഴുന്ന ഒരു ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വ്യാപരിപ്പിക്കുക. ജീസസ്. കാറ്റേ അടങ്ങുക. ഓ സ്തോത്രം. കടലേ ശാന്തമാകുക. പ്രൈസ് ഗോഡ്. വലിയ പ്രതീക്ഷയോടെ ദൈവം പറഞ്ഞിട്ടല്ലേ ഇറങ്ങിത്തിരിച്ചേ, ദൈവം പറഞ്ഞിട്ടല്ലേ വന്നത്. പിന്നെന്തിനാ ഈ കാറ്റ്, പിന്നെന്തിനാ ഈ പ്രതികൂലം? ദൈവം പറഞ്ഞിട്ടല്ലേ ഈ മുഖം വെച്ചത്, പിന്നെന്തിനാ ഈ നിന്ന, പിന്നെന്തിനാ ഈ അപമാനം? ഇല്ല ദൈവത്തിന്റെ പൈതലേ, എന്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടതിന്, എന്റെ ശക്തി വെളിപ്പെടുത്തേണ്ടതിന്. ഞാൻ പറയാം, കർത്താവിനൊരു അവസരം കൊടു, കർത്താവിനൊരു അവസരം കൊടുന്നേ. ജോലി പ്രശ്നമാണെന്ന് കർത്താവിനോട് പറ, കർത്താവ് പ്രവർത്തിക്കട്ടെ. കർത്താവിനൊരു അവസരം കൊട്. ആവലാതി പിടിച്ച് ഓടി നടക്കാതെ കർത്താവിന്റെ സന്നിധിയിൽ. കഴിഞ്ഞ ദിവസം ഞാനൊരു മെസ്സേജ് പ്രിപ്പയർ ചെയ്തപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, ഇതിനു മുമ്പ് ഞാൻ പ്രസംഗിച്ചിട്ടുള്ള അതേ അടഞ്ഞ വാതിലിന്റെ മുമ്പിൽ തുറക്കുന്നൊരു സ്വർഗമുണ്ട്. സ്തോത്രം. അല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനാ മുറി അടയപ്പെട്ടാൽ, അല്ലെങ്കിൽ നിന്റെ പുറകിൽ പ്രാർത്ഥനാ മുറി അടയപ്പെട്ടാൽ, നിന്റെ മുമ്പിൽ തുറക്കുന്ന സ്വർഗത്തിന്റെ ഒരു വാതിലുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവം ആഗ്രഹിക്കുക നിന്നെ അല്ലെങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ കാണുവാൻ. ദൈവം ആഗ്രഹിക്കുക നിന്നെ ആരാധന സ്ഥലത്ത് കാണുവാൻ. നിന്നെ ദൈവം ആഗ്രഹിക്കുക ഉപവാസ പ്രാർത്ഥനയിൽ കാണുവാൻ. എന്തിനാണെന്നറിയാമോ? നിനക്ക് വേണ്ടി ദൈവിക മഹത്വം ഇറക്കുവാൻ, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ. സത്യം പറഞ്ഞ മോശയെ പൊട്ടനാക്കുമായിരുന്നോ ദൈവം എന്ന് തോന്നിപ്പോവും. മോശ ദൈവത്തോട് ഒരു, കർത്താവേ അവര് വിടുന്നില്ല, നീ ഒരു കാര്യം ചെയ്യും, നീ പോയി ആ വടി കൊണ്ട് പൂഴിയെ അടിക്ക്. ഈ പുള്ളി പോയി അടിക്കും, ഉടനെ പേനായി. അയ്യോ ഞങ്ങളെ വിടിവിക്കണമെന്ന് പറയും. ഇപ്പം മോശമായിരിക്കും, പ്രാവശ്യം രക്ഷപ്പെട്ടു, ഞാൻ പറഞ്ഞതുപോലൊക്കെ സംഭവിച്ചു. തിരിഞ്ഞു വരുന്നതിന് മുമ്പ് പറയും, ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറയും. ഇല്ല, ഞാൻ നിന്റെ ജനത്തെ എത്ര പ്രാവശ്യം പോയി? 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, ഇല്ലേ? 9 പ്രാവശ്യം നമ്മളതേ പോവൂ. ഈ പുള്ളിക്ക് ഇത് അറിയുകയും ചെയ്യാം, അവൻ വിടാമൊന്നും പോകുന്നില്ലെന്ന്, ഇല്ലേ? 1, 2, 3 വിട്ട പ്രാവശ്യം പറഞ്ഞ വിടുവെന്ന് കർത്താവിനറിയോ? അത് പിന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ സത്യം കിടക്കുന്നത്. എന്തോന്നറിയാമോ? ഞാൻ അവനെ നിർത്തിയിരിക്കുകയാണെന്ന്. ആരെയാ? ഫറവോനെ. എന്തിനാണെന്നറിയാമോ? എൻ്റെ ശക്തി വെളിപ്പെടുത്തേണ്ടത്. ഇതിനിടയ്ക്ക് പാവം ആ ഉപദേശി കിടന്ന് ഓടുക അങ്ങോട്ടും ഇങ്ങോട്ടും, ഇല്ലേ? 9 പ്രാവശ്യം അങ്ങോട്ട് പോയി പറഞ്ഞു, 9 പ്രാവശ്യം ഒന്നും നടന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെ, ഇത് അറിയാവുന്നതുകൊണ്ടായിരിക്കും യോന പറഞ്ഞു, ഞാൻ പോകത്തില്ല, കർത്താവ് എപ്പോഴാണ് അനുദപിക്കുന്നതെന്ന് അറിയത്തില്ല. ഞാൻ അവിടെ ചെന്ന് പറയും, നാളെ ന്യായവിധി ഉണ്ട്, നാളെ ഇടിവെട്ട് നടക്കുമെന്നൊക്കെ പറയും, പക്ഷേ കർത്താവ് അനുദപിക്കുകയും ചെയ്യും. അതുകൊണ്ട് കർത്താവ് എന്നെ കൊണ്ട് പരിപാടി, ഞാൻ എന്ത് ചെയ്യാം? അങ്ങ് മുങ്ങാം. സ്തോത്രം. മുങ്ങല്ലേ കുഞ്ഞെ. കർത്താവ് നിനവെക്കുറിച്ചുള്ള ദൂത് നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അത് നീ പറഞ്ഞാലേ ശരിയാവത്തുള്ളൂ, ഇല്ലയോ? അത് സത്യമില്ലയോ? അതാര് പറഞ്ഞാൽ ശരിയാവത്തുള്ളൂ? അയ്യോ ബിജു പറഞ്ഞാൽ ആര് പറഞ്ഞാൽ ശരിയാവത്തുള്ളൂ? അത് യോന പറഞ്ഞാലേ ശരിയാവത്തുള്ളൂ. അത് നിനവേ പട്ടണത്തിലുള്ള ദൂത് ആരുള്ള. അപ്പം ചിലരുടെ കയ്യിൽ ദൈവം ദൂത് ഏൽപ്പിക്കുക. അത് നമ്മൾ പറഞ്ഞാൽ, അത് പാസ്റ്റർ പറഞ്ഞാൽ നടക്കത്തില്ലതേ, ഇല്ലേ? ചിലവർ പറഞ്ഞാലേ അത് നടക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ പൈതലേ, അതുകൊണ്ട് കർത്താവ് അയക്കുന്നതെങ്കിൽ, സ്വർഗത്തിലെ ദൈവം ആ വചനം നാവിൽ തരുന്നതെങ്കിൽ, നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും, എത്ര തിരമാലകൾ ഇളകി വന്നാലും, അതിന് നടുവിൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി നിന്നാൽ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തും. അപ്പോസ്തലപ്രവൃത്തി 9:5 നമുക്കറിയാം, പൗലോസ് ഒരിക്കൽ ചോദിക്കും, കർത്താവേ നീ ആരാകുന്നു? ഓ, അടുത്തത് ഇതാ ക്രിസ്തു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിക്കുന്നതിന്, നീ ഉപദ്രവിക്കുന്ന യേശു എന്ന് അവൻ പറഞ്ഞു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, ക്രിസ്തുവിനെ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുകയാ. അല്ലെങ്കിൽ റോമ ഗവൺമെന്റിന്റെ സകല അധികാരപത്രവുമായി നടക്കുന്ന ഒരുത്തനെ പട്ടാപ്പകല് 12 മണി നേരത്ത് അല്ലെങ്കിൽ സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശം അവൻ്റെ മേൽ വീണപ്പോൾ, ഇത്രയേ ഉള്ളൂ, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു വെയിലടിച്ചാൽ പോവും, അല്ലേ? പുള്ളി ഇങ്ങനെ കുതിരപ്പുറത്ത് കയറി ഭയങ്കര ഇതായിട്ട് വരും. ഒരു നട്ടുച്ച നേരമായപ്പോൾ എന്ത് ചെയ്തു? ഒരു കൊല്ലിയാൻ അടിച്ചു, ഒരു ലൈറ്റ് അടിച്ചതേ ഉള്ളൂ.
സ്വോത്രം. ദാ കിടക്കുന്നത് താഴെ. പിന്നെ കണ്ണും കാണാൻ വയ്യ, എഴുന്നേക്കാനും വയ്യ. അവിടെ കിടന്ന് ചോദിച്ചു, കർത്താവേ നീ ആരാകുന്നു? കർത്താവ് അന്ന് പരിചയപ്പെടുത്തിയതാ, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു എന്ന് പറഞ്ഞു. ഈ പുള്ളി യാത്ര ചെയ്ത് അവസാനം ലേഖനം എഴുതുമ്പോൾ പറയുന്നു, അവൻ ആരെന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, അവസാനത്തോളം കാക്കുവാൻ ശക്തനായ ദൈവമാ. ഇന്ന് പകൽക്കാലം ആരാകുന്നു എന്ന് ചോദിച്ചു തുടങ്ങി എന്നെയും നിങ്ങളെയും നമുക്കിന്ന് പകൽക്കാലം പറഞ്ഞ അവൻ എൻ്റെ ഉപനിധി, അവസാനത്തോളം കാക്കുവാൻ ശക്തനായ ദൈവമാ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൈതലേ, ഞാൻ ഹല്ലേലൂയ ഒത്തിരി കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ പറയുവാനുണ്ട്. ഒരിക്കൽ പത്മോസിലായിരുന്ന യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ അവനെ കണ്ടിട്ട്, ഇതാ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ അവനെ കണ്ടിട്ട് മരിച്ചവനെ പോലെയായി. മരിച്ചവനെ പോലെ ഇരുന്നു എന്നല്ല, മരിച്ചവനെ പോലെയായിട്ട് അവൻ്റെ കാൽക്കൽ വീണ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് സറണ്ടർ അവർ ലൈഫ്. അത് പത്മോസിലാണെങ്കിലും കൊള്ളാം, കൊരിന്തിലാണെങ്കിലും കൊള്ളാം, അത് പെർത്തിലാണെങ്കിലും കൊള്ളാം. കർത്താവിൻ്റെ വെളിപ്പാട് നീ ലഭിച്ചാൽ, കർത്താവ് ആരെന്നറിഞ്ഞാൽ, അടുത്ത സ്റ്റെപ്പ് കർത്താവിൻ്റെ പാദപീഠത്തിൽ വീണിട്ട് അവൻ പറയുകയാണ്, നീ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാൻ ആൽഫ ആൻഡ് ഒമേഗ. അവൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായ ക്രിസ്തു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരിക്കൽ കൃത്യമായി കേട്ടു കർത്താവാണെന്ന്, കണ്ടതല്ല, കേട്ടു. പക്ഷേ അവന് കാണണമെന്നൊരാഗ്രഹം. ആരായി പോകുന്നേ അല്ലേ? കേട്ടതേ ഉള്ളൂ. കേട്ടവർ എന്ത് ചെയ്തു? എഴുന്നേറ്റ് ഓടിച്ചെന്ന് ആൾക്കാരെയൊക്കെ വകഞ്ഞു മാറ്റി, തടസ്സങ്ങളെയും തടഞ്ഞു നിർത്തിയവരെയും അഭിപ്രായം പറഞ്ഞവരെയും നെഗറ്റീവ് പറഞ്ഞവരെയൊക്കെ കൊണ്ട് തള്ളി മാറ്റിയിട്ട് ഇടയ്ക്ക് ചെന്ന് കണ്ണുപൊട്ടനല്ലേ അല്ലല്ലേ ഓടിച്ചെന്ന് കർത്താവിൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊടുകയാ. കർത്താവിനെ ഒന്ന് തൊട്ടു, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതൽ, നിന്റെ മുമ്പിൽ ഒത്തിരി തടസ്സങ്ങളുണ്ട്. കർത്താവ് നിനക്ക് കാഴ്ച പ്രാപിക്കാൻ, നിനക്ക് കാണുവാൻ ഒത്തിരി തടസ്സങ്ങളുണ്ട്. പക്ഷേ ഇന്ന് പകൽക്കാലം അതിനെയൊക്കെ ഒന്ന് വകഞ്ഞു മാറ്റിയിട്ട് ഒന്ന് എഴുന്നേൽക്കാമോ? ദിവസം എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. ഹല്ലേലൂയ. ഇതാ ക്രിസ്തു. ഇന്ന് പകൽക്കാലം ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യെശയ്യാവ് 53 യെശയ്യാവിനോട് ചോദിച്ചാൽ പറയും, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനായി. അറുക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെയും വായെ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതൽ, നീ ക്രിസ്തുവിനെ കാണുന്ന പ്രവാചക കണ്ണിൽ ക്രിസ്തുവിനെ കണ്ടപ്പോൾ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ അവൻ കാണുകയാ. ഇന്ന് പകൽക്കാലം ബർത്തിമായി യേശുവിനെ കണ്ടത് സൗഖ്യമാക്കുന്ന ഒരു കർത്താവായിട്ടാണ് കണ്ടത്. ലാസർ യേശുവിനെ കണ്ടത് ഞാൻ തന്നെയും പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞൊരു കർത്താവിനെ കണ്ടത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, ഞാനും നിങ്ങളും എങ്ങനെ കർത്താവിനെ കാണുന്നത്? ഇന്ന് പകൽക്കാലം ഇതാ ക്രിസ്തു. നീ എങ്ങനെ നോക്കും?